പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് പവർ വിഷന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ടാവാം. എങ്കിൽ നിങ്ങളോട് സർവേശ്വരനെ സംസാരിക്കാനുണ്ട്. കേട്ടുകൊള്ളുക. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 8-9 വാക്യം. അതിൻ്റെ വേര് നിലത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ ഉണങ്ങിപ്പോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ടത് കിളിർക്കുകയും ഒരു തൈ പോലെ ശാഖ പുറപ്പെടുകയും ചെയ്യും. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ടെന്ന് നമ്മൾ ഇന്നലെ കണ്ടു ഇതേ അധ്യായത്തിൽ. അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് കുറ്റിയായി പോയാലും ഒരു മഴ വരുമ്പോൾ അത് പൊട്ടിക്കിളിർക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് സാധ്യത ഒരു വൃക്ഷത്തിനുണ്ട്. സാധ്യതയൊരു വൃക്ഷത്തിനുണ്ട്. സ്തോത്രം. എന്താണ് സാധ്യത? വെള്ളം മണക്കുമ്പോൾ ഇതിന് ഉயிருണ്ടാകും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വെള്ളം സ്മെല്ല് ചെയ്യുമ്പോൾ ഉണങ്ങിപ്പോയ വേരിന് ജീവൻ വരും. അത്ഭുതമല്ലേ? നോക്കൂ, വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ടത് കിളിർക്കും, ഒരു തൈ പോലെ ശാഖ പുറപ്പെടും. അത്ഭുതം, അത്യത്ഭുതം, ആശ്ചര്യം. പറഞ്ഞാലും തീരാത്ത സന്തോഷവും ആവേശവും എനിക്ക് ഈ വചനത്തിന്മേലുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം. ഇന്നേക്ക് 25 കൊല്ലം മുമ്പുണ്ടായ അപകടത്തിൽ ഒരു കണ്ണ് കംപ്ലീറ്റ് തകർന്നു പോയി. ഇനി ഒരിക്കൽ പോലും വായനയോ ഡ്രൈവിങ്ങോ യാത്രയോ നടക്കില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെയും 25 കൊല്ലം എത്ര ലക്ഷം മൈലുകൾ യാത്ര ചെയ്തു, എത്ര പുസ്തകങ്ങൾ എഴുതി, വായിച്ചു, പാടി. ഇതാ 25 കൊല്ലത്തിന് ശേഷം വീണ്ടും പ്രതീക്ഷ നശിച്ചെന്ന് തോന്നുന്നത് പോലെ ഒരു അപകടം ഉണ്ടായി. എൻ്റെ വാഹനത്തിൻ്റെ അവസ്ഥ ഞാനിതുവരെ കണ്ടില്ല. കണ്ടവർ പറയുന്നു അതിനകത്തൊരു മനുഷ്യപ്രാണി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന്. നിങ്ങളോട് ഈ ദൂത് പറയാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുകയാണ്. എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൻ്റെ ഗന്ധം തട്ടിയാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ ഗന്ധം തട്ടിയാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. എങ്ങനെ? വചനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും. അതാണ് ഇയ്യോബ് നമ്മോട് പറയുന്നത്. ഇയ്യോബ് ഇത് പറയുമ്പോൾ ഇയ്യോബ് തകർന്ന് തരിപ്പണമായി കുപ്പയിൽ കിടക്കുക. പക്ഷെ ഗന്ധം തട്ടി. ദൈവത്തിന്റെ ജീവൻ അവന്റെ മേൽ വ്യാപരിച്ചു. അവന്റെ ഞരമ്പുകളും മസിൽസും എഴുന്നേറ്റു. അവൻ വീണ്ടും സന്താനങ്ങൾക്ക് ജന്മം കൊടുത്തു. അവന്റെ സമ്പത്ത് മുഴുവൻ അവൻ തിരികെ പിടിച്ചു. അവന്റെ ശത്രുക്കളെ പോലും അവൻ അനുഗ്രഹിച്ചു. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഭാര്യ നിങ്ങളെ വിട്ടിട്ട് പോയോ? മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചോ? ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചോ? ഏറ്റവും സ്നേഹിച്ചവർ നിങ്ങളെ വഞ്ചിച്ചുവോ? ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ പ്രതീക്ഷ നശിച്ചു എന്ന് മാത്രം പറയരുത്. There is no hope എന്ന് ആരും പറയരുത്. There is hope. പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. ഈ സന്ദേശം നിങ്ങൾ ഒരു 100 പേർക്കെങ്കിലും സെൻഡ് ചെയ്യണം. കാരണം ആത്മഹത്യകൾ മാറ്റുന്നതാണ് ഈ ദൂത്. ഡിപ്രഷൻ മാറ്റുന്നതാണ് ഈ ദൂത്. രോഗം മാറ്റുന്നതാണ് ഈ ദൂത്.
ഇത് നിങ്ങൾ പങ്കുവയ്ക്കണം. There is hope. God bless you.